നിർണായകമായ കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംയുക്ത സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുകയാണ്. വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യമാണ് യോഗത്തിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യുക. കര, വ്യോമ, നാവിക സേനാ മേധാവികളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അനൂപ്, ഈ ഇന്നലെ വെടിനിർത്തൽ ഈ ധാരണയിലെത്തി എന്ന് അതിനുശേഷം പാകിസ്ഥാന്റെ പ്രകോപനമുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിന്ന് ഈ നിമിഷം വരെ ഒരു പ്രതികരണവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. പക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഷഹബാസ് ഷെരീഫ് വാർത്താ സമ്മേളനം നടത്തി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊരു പ്രതികരണം വന്നു. പക്ഷെ നമ്മുടെ ടോപ്പ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അനൂപ്, ഇതാ വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി, ഞാൻ പറയുന്നത് ഭരണപക്ഷത്തു നിന്നല്ല, പ്രതിപക്ഷത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെയും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഉടനെ തന്നെ പ്രത്യേകമായിട്ടുള്ള പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നത് രാവിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നു. എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നടന്നത് എന്ന കാര്യം ജനങ്ങൾ അറിയിക്കാനുള്ള ബാധ്യത രാജ്യത്തിനുള്ള, അത് പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് അറിയിക്കണമെന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഇപ്പോൾ കത്തയച്ചുകൊണ്ട് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് ആ രണ്ട് കത്തുകളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. അതേസമയത്ത് എന്ത് സംഭവിച്ചു ഇതുവരെ എന്ന കാര്യം പറയാൻ നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മന്ത്രിമാരോ തയ്യാറായിട്ടില്ല. കുറെ ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന് മാത്രമല്ല രാജ്യത്തെ ജനങ്ങൾക്കും അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൽ, കാരണം ഇത് വർഷങ്ങളായി നിൽക്കുന്ന പ്രശ്നങ്ങളാണ്, അതിലെങ്ങനെയാണ് മൂന്നാമത്തെ ഒരു കക്ഷി, ഒരു തേർഡ് പേഴ്സൺ എങ്ങനെയാണ് ഇതിൽ ഇടപെടുക? അത് ആരാവശ്യപ്പെട്ടിട്ടാണ്? ഇന്ത്യ അങ്ങനെ ഒരു ആവശ്യം അമേരിക്കയുടെ മുന്നിൽ വെച്ചിരുന്നു. പാകിസ്ഥാനാണ് ആവശ്യപ്പെട്ടത്. അമേരിക്കയുടെ ഇടപെടൽ ഏത് രീതിയാണ്? ഇപ്പൊ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഡൊണാൾഡ് ട്രംപും JD വാൻസും എടുക്കുന്നുണ്ട്. അതിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ആവർത്തിച്ച് ഇത് പറയുന്നത്. അമേരിക്ക ഇടപെട്ടു, അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത്. അപ്പം ഇന്ത്യ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഒന്ന്, ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം എന്താണ്? അതോടൊപ്പം പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങൾ, ഇപ്പോൾ ഡോൺ അടക്കമുള്ള പാക് മാധ്യമങ്ങൾ അങ്ങനെ ഇന്ത്യയുടെ ആക്രമണം, മിസൈൽ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ വ്യോമത്താവളങ്ങളിൽ ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് എങ്ങനെയായിരുന്നു, എത്രത്തോളം, എന്തുകൊണ്ട്, അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. അതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അനൂപ്, അതെ, വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഷിംല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയോ? ഒരു മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയുള്ള ഒരു വാതിൽ ഇന്ത്യ തുറന്നിട്ടോ എന്ന ചോദ്യം കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. അതായത് ഇന്നലെ വൈകിട്ട് നമ്മൾ ഈ യുദ്ധസമാന സാഹചര്യമൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു അറിയിപ്പ് വരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയിരിക്കുന്നു, അവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്, അത് നിലവിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതുവരെ നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ഒരു സംവിധാനമോ പാകിസ്ഥാന്റെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനമോ ഇത് പറഞ്ഞിട്ടില്ല. ഈ ട്രംപ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി ഏതാണ്ട് 33 മിനിറ്റുകൾക്ക് ശേഷമാണ് ഇന്ത്യ ഔദ്യോഗികമായിട്ട് അത് സ്ഥിരീകരിക്കുന്നത്.